പാകിസ്ഥാന്റെ 4 പ്രവിശ്യകളിലൊന്നായ ബലൂചിസ്ഥാന് വിഭജനകാലത്ത് പാകിസ്ഥാനോട് കൂടിച്ചേരാൻ ഒട്ടുമേ താൽപ്പര്യമുണ്ടായിരുന്നില്ല. ചതിക്കെണിയിലൂടെ പാകിസ്ഥാൻ സ്വന്തമാക്കിയ ധാതു സമ്പന്നമായ ഈ ഭൂപ്രദേശം പാക് ഭരണകൂടം ചൈനയ്ക്ക് പണയപ്പെടുത്തി എന്നാണ് ബലൂചിസ്ഥാനികളുടെ കുറ്റപ്പെടുത്തൽ. രണ്ടാം തരം പൗരന്മാരായി കരുതുന്ന ബലൂചിസ്ഥാനികൾക്ക് എന്നും അവഗണനയും ദാരിദ്ര്യവുമാണ്. എങ്ങനെയാണ് ബലൂചിസ്ഥാനെ പാകിസ്ഥാൻ സ്വന്തമാക്കിയത്? ബലൂചിസ്ഥാനികൾ പാകിസ്ഥാനെതിരെ എന്തുകൊണ്ടാണ് ആയുധമെടുത്തത്? അതിനെക്കുറിച്ച് വിശദീകരിക്കുകയാണ് ലോകം പോയ വാരത്തിലെ അടുത്ത വാർത്ത. 4 പ്രവിശ്യകളാണ് പാകിസ്ഥാന്. അതിൽ ഭൂവിസ്തൃതിയിൽ ഏറ്റവും വലുതാണ് തെക്ക് പടിഞ്ഞാറുള്ള ബലൂചിസ്ഥാൻ. പാകിസ്ഥാന്റെ മൊത്തം ഭൂമിയുടെ 44% വരും ബലൂച്ച് മേഖല. എന്നാൽ ജനസംഖ്യ വെറും 5% മാത്രം. അർദ്ധ മരുഭൂമിയായതുകൊണ്ട് തന്നെ മനുഷ്യവാസം കുറവ്. എന്നാൽ ധാതുസമ്പത്തിൽ സമ്പന്നമാണ് ഈ മണ്ണ്. ഭൂമിക്കടിയിൽ കിടക്കുന്നത് സ്വർണത്തേക്കാൾ അമൂല്യ ധാതുക്കൾ. കൽക്കരി, പ്രകൃതിവാതകം, സ്വർണം, ചെമ്പ് തുടങ്ങി ആധുനിക സാങ്കേതിക വിദ്യയ്ക്ക് ഒഴിച്ചുകൂടാനാകാത്ത അപൂർവ ധാതുക്കൾ വരെ. പതിറ്റാണ്ടുകൾക്ക് മുൻപ് സാംസ്കാരികമായും രാഷ്ട്രീയമായും മുന്നിലായിരുന്നു ബലൂചിസ്ഥാനികൾ. ഇന്ന് ദയനീയമാണ് അവരുടെ ജീവിതം. രണ്ടാം കിട പൗരന്മാരായാണ് പാക് ഭരണകൂടം ബലൂജിലെ ജനതയെ കാണുന്നത്. അവഗണനയേറ്റ പ്രവിശ്യ എന്ന് വിളിക്കുന്നത് ആത്മാഭിമാനികളായ ബലൂച്ച് ജനതയുടെ മനസ്സിലേൽക്കുന്ന മുറിവുകൾ. പാക് രാഷ്ട്രീയത്തെയും ഭരണത്തെയും അധികാരം കൊണ്ട് നിയന്ത്രിക്കുന്ന പാക് പഞ്ചാബുകളുടെ അവഗണനയുടെ ചാപ്പ പതിഞ്ഞ മനസ്സാണ് ഓരോ ബലൂച്ച് ജനതയ്ക്കുള്ളിലും. അധികാര വഴിയിൽ ഇന്നും ഒരു വിളിപ്പാടകലെയാണ് ബലൂചിസ്ഥാനികൾ. രാജ്യം പിറന്ന് 70 ആണ്ടുകൾ പിന്നിട്ടും ബലൂചിസ്ഥാനിൽ നിന്ന് ഒരേയൊരു പ്രധാനമന്ത്രിയെ ഉണ്ടായിട്ടുള്ളൂ. സഫറുല്ല ഖാൻ ജമാലിയാണത്. അതും പർവേസ് മുഷറഫ് പ്രസിഡന്റായിരിക്കെ 1.5 വർഷക്കാലം മാത്രം. അതിനപ്പുറം ബലൂചിസ്ഥാനികൾക്കും പാക് ഭരണത്തിൽ അവകാശപ്പെടാനൊന്നുമില്ല. സാമ്പത്തിക സഹായം പോലും പ്രവിശ്യയ്ക്ക് അനുവദിച്ചു കിട്ടുന്നില്ല. ഗ്രാൻഡുകൾ ഔദാര്യ മനോഭാവത്തോടെയാണ് ബലൂചിസ്ഥാനികൾക്ക് വച്ചു നീട്ടുന്നത്. അവഗണന അസഹ്യമായപ്പോഴാണ് മുമ്പെങ്ങുമില്ലാത്ത വിധം ബലൂചിസ്ഥാനികൾക്കിടയിൽ സ്വാതന്ത്ര്യമോഹം ശക്തമായത്. വികസനത്തിന്റെ കാര്യത്തിൽ ഏറെ പിന്നാക്കമാണ് ബലൂച്ച് പ്രവിശ്യ. മത്സ്യബന്ധനവും കാലിവളർത്തലുമായി ജീവിക്കുന്നവരിലേറെയും കൊടും ദാരിദ്ര്യത്തിലും. മേഖലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ ആതുരാലയങ്ങളോ ഇല്ല. ലോകത്തെ സമ്പന്ന ജനതയായി കഴിയാനുള്ള എല്ലാ പ്രകൃതി അനുഗ്രഹവും ഉണ്ടായിട്ടും അതൊന്നും അനുഭവിക്കാനുള്ള യോഗം ബലൂജികൾക്കില്ല. തലമുറകളോളം അനുഭവിക്കേണ്ട ധാതു സമ്പത്തുകൾ ചൈനീസ് കമ്പനികൾ കൊള്ളയടിച്ചു കൊണ്ടുപോകുന്നത് നോക്കി നിൽക്കാനേ അവർക്ക് കഴിയുന്നുള്ളൂ. ലാസ്ബേല, കലാൻ, മക്രാൻ, കലാട്ട് എന്നീ നാട്ടുരാജ്യങ്ങൾ കൂടിച്ചേർന്നതാണ് ബലൂച്ച് പ്രവിശ്യ. ഒരു കാലത്ത് ഗാന്ധിയൻ ആശയങ്ങൾക്ക് ശക്തമായ വേരോട്ടമുണ്ടായിരുന്ന ഭൂപ്രദേശം. ഈ പ്രദേശത്തോട് ഗാന്ധിജിക്കുമുണ്ടായിരുന്നു വല്ലാത്തൊരടുപ്പം. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആയിരുന്നു ഗാന്ധിയൻ ചിന്തകൾ വളരാൻ കാരണം. വിഭജനകാലത്ത് ഇന്ത്യയോടൊപ്പം കൂടിച്ചേരാൻ ബലൂജിലെ ജനങ്ങളിൽ നല്ലൊരു ശതമാനവും ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ ഇന്ത്യയിലെ ചില നേതാക്കൾക്ക് അതിനോട് താല്പര്യമില്ലായിരുന്നത്രേ. അതേസമയം പാകിസ്ഥാനൊപ്പമോ ഇന്ത്യക്കൊപ്പമോ ലയിക്കേണ്ട സാഹചര്യം വന്നപ്പോൾ സ്വതന്ത്ര രാജ്യമായി നിൽക്കാനാണ് ബലൂജിലെ നേതാക്കൾ ആഗ്രഹിച്ചത്. എന്നാൽ പാകിസ്ഥാൻ സ്ഥാപകനായ മുഹമ്മദ് അലി ജിന്നയ്ക്ക് ബലൂജിനെ പാകിസ്ഥാനോട് കൂട്ടിച്ചേർക്കണമെന്ന പിടിവാശിയായിരുന്നു. ജിന്നയുടെ ശാഠ്യത്തിന് ബ്രിട്ടീഷ് ഭരണാധികാരികളും കൂട്ടുനിന്നപ്പോൾ ബലൂജിന് കീഴടങ്ങേണ്ടി വന്നു. ജിന്നയുടെ തീരുമാനത്തോട് കലാട്ടിലെ നാട്ടുരാജാവിന് എതിർപ്പായിരുന്നു. കലാട്ടിലെ നാട്ടുരാജാവ് ഖാർമിർ മുഹമ്മദ് യാർഖാൻ ജിന്നയ്ക്കെതിരെ രംഗത്തെത്തി. ഇന്ത്യയുമായി പൂർണ്ണ സഹകരണത്തോടെ സ്വതന്ത്ര രാജ്യമായിരുന്നു യാർഖാന്റെ ലക്ഷ്യം. ഇതു മനസ്സിലാക്കിയ ജിന്ന കലാട്ടൊഴികെ മറ്റു 3 നാട്ടുരാജ്യങ്ങളെയും ബലപ്രയോഗത്തിലൂടെ പാകിസ്ഥാനോട് കൂട്ടിച്ചേർത്തു. കലാട്ടിലേക്ക് സൈനികരെ അയച്ചതിന് പിന്നാലെ ഗത്യന്തരമില്ലാതെ ഖാർമിർ മുഹമ്മദിനും പാകിസ്ഥാനോടൊപ്പം ചേരേണ്ടി വന്നു. പാകിസ്ഥാന്റെ അധികാര രാഷ്ട്രീയത്തെ എന്നും നിയന്ത്രിക്കുന്നത് പഞ്ചാബ് പ്രവിശ്യക്കാരാണ്. പഞ്ചാബിലെ വരേണ്യവർഗത്തിന് ബലൂജികളെന്നും രണ്ടാം പൗരന്മാർ. അധികാരത്തിലൂടെ അവഗണന അടിച്ചേൽപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ബലൂജികളുടെ അഭിമാനത്തിന് മുറിവേറ്റു. ചതിയിലൂടെ തങ്ങളെ കെണിയിലാക്കിയെന്ന് മനസ്സിലാക്കിയ ബലൂജികളുടെ മനസ്സിൽ അതോടെ വിഘടനവാദം ശക്തമായി. 1954-ൽ പാക് ഭരണകൂടത്തിനെതിരെ കലാപശബ്ദം ഉയർന്നു. അധികാരത്തിന്റെയും സൈന്യത്തിന്റെയും കൈക്കരുത്തിൽ കലാപത്തെ
പാക് ഭരണകൂടം നേരിട്ടു. പ്രതികാരമായി എല്ലാ നാട്ടുരാജ്യങ്ങളെയും ഒറ്റ ഭരണത്തിൽ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ 1 യൂണിറ്റ് എന്ന നയം നടപ്പിലാക്കി. ഈ നയത്തിലൂടെ ശക്തമായ സൈനിക നിയന്ത്രണത്തിൽ ബലൂജ് മേഖലയെ കൊണ്ടുവന്നു. ഇതിനെതിരെ ജനങ്ങൾക്കിടയിൽ പ്രതിഷേധം ആളിക്കത്തി. കലാട്ട് നാട്ടുരാജ്യത്തിന്റെ അന്നത്തെ മേധാവിയായിരുന്ന നവാബ് നൗറസ് 1958 ബലൂചിസ്ഥാനെ സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിച്ചു. പാക് സൈന്യത്തിന്റെ ശക്തമായ നീക്കത്തിലൂടെ കലാട്ടുകാരുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തെ അടിച്ചമർത്തി. എന്നാൽ ബലൂച്ച് സ്വാതന്ത്ര്യ പോരാളികൾ അടങ്ങിയിരുന്നില്ല. പലപ്പോഴും ആഭ്യന്തര കലാപം ശക്തമാക്കി അവർ പാക് ഭരണകൂടത്തിന് വെല്ലുവിളി ഉയർത്തി. യഹ്യ ഖാൻ പ്രസിഡന്റായതിനു പിന്നാലെ 1 യൂണിറ്റ് പദ്ധതി ഒഴിവാക്കി പ്രവശ്യ പദവി തിരികെ നൽകി. എന്നാൽ പ്രവശ്യ പദവിയടക്കമുള്ള പദവി തിരിച്ചെടുക്കാൻ വീണ്ടും ശ്രമമുണ്ടായപ്പോൾ അതിരൂക്ഷമായ ആഭ്യന്തര കലാപത്തിന് ബലൂച്ച് മേഖല സാക്ഷിയായി. ബലൂജിലെ രാഷ്ട്രീയ നേതാവായ നവാബ് ഖൈർ ബക്ഷ്മാരി രൂപം കൊടുത്ത ബലൂചിസ്ഥാൻ പീപ്പിൾസ് ലിബറേഷൻ ഫ്രണ്ട് അഥവാ BPLFന്റെ നേതൃത്വത്തിലായിരുന്നു സ്വാതന്ത്ര്യ പോരാട്ടം. കമ്മ്യൂണിസ്റ്റ് ആശയാടിത്തറയിൽ രൂപം കൊടുത്ത സംഘടനയുടെ ഗറില്ല പോരാട്ടത്തിന്റെ മുന്നിൽ നിന്ന് പോരാടാൻ ബലൂജിലെ യുവാക്കളും മറ്റും അണിനിരന്നു. വിദേശത്തു നിന്നും മറ്റും ലഭിച്ച ആയുധക്കരുത്തിൽ അവർ പാക് പട്ടാളത്തിനു മുന്നിൽ പൊരുതി നിന്നു. ഒടുവിൽ പ്രവശ്യ പദവി തിരികെ ലഭിക്കുന്നതുവരെ രക്തരൂക്ഷിതമായ ആഭ്യന്തര കലാപം നീണ്ടുനിന്നു. ഇതിനകം ബലൂചിസ്ഥാന്റെ സ്വാതന്ത്ര്യം എന്ന ലക്ഷ്യവുമായി 5ഓളം സായുധ സംഘടനകൾ രൂപപ്പെട്ടു. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് 2000 രൂപം കൊണ്ട ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന BLA. ഒളിയുദ്ധത്തിലെ മികവും മറ്റു രാജ്യങ്ങളിലെ സൈനികർ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ആയുധങ്ങളും വന്നു ചേർന്നപ്പോൾ BLAക്ക് അതിവേഗം ബലൂചിസ്ഥാനിൽ വേരോട്ടം ലഭിച്ചു. ചൈനയും പാകിസ്ഥാനും ഉൾപ്പെടെ ചില രാജ്യങ്ങൾ BLAയെ ഭീകര സംഘടനയുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി. ഇക്കാര്യത്തിൽ ഇന്ത്യക്ക് ഇന്നും മൗനമാണ്. ഈ മൗനത്തെയാണ് പാകിസ്ഥാൻ തെറ്റായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്.